ഹായ്, ഇന്ന് നമുക്കൊരു പഴയ ഇൻഡക്ഷൻ കുക്കർ കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മുടെ കറണ്ട് അടുപ്പ്. ഇതിന് ശരിയാക്കാൻ കഴിയില്ല, അപ്പോൾ പൊട്ടിയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു കിടിലൻ ഐറ്റമാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം ഇന്നത്തെ വീഡിയോ നമുക്ക്. ഈ കേബിളൊക്കെ നമുക്ക് വേറെ എന്തിനെങ്കിലും ഉപയോഗിക്കാം. നമുക്ക് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. പിന്നെ ഇതിൽ ചെറിയൊരു ഫാനുണ്ട്. ഇതും നമുക്ക് മറ്റെന്തിനായിട്ട് ഉപയോഗിക്കാം. ഒക്കെ നമുക്ക് നോക്കാം. ചിലപ്പോൾ നമുക്ക് ഇതിൽ തന്നെ അത് ഉപയോഗിക്കാൻ കഴിയുമെന്ന് നോക്കാം. അപ്പോൾ അതാ ഇൻഡക്ഷൻ കുക്കറിൻ്റെ പിറകിലെ കേസാണ് നമുക്ക് ആവശ്യമുള്ളത്. ആ കേസ് നമ്മൾ അയച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ ആ ഫാന് നമ്മളത് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ആ ഫാന് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതേപോലെ ചെറിയൊരു പ്ലൈവുഡ് പീസ് വെച്ചിട്ട് 3 പ്ലൈവുഡ് പീസ് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ആണി അടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ ഒരു സ്പ്രേ പെയിൻറ്റിൻ്റെ ബോട്ടിലാണ്. ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്താണ്. ആ ബോട്ടിലും എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ മൂടിയും നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതേപോലെ ചെറിയൊരു പോട്ട് എടുത്തിട്ടുണ്ട്. ഒരു പഴയ പോട്ടാണ്. പിന്നെ അത് ഇതേപോലെ ഒരു പെയിൻറ്റ് 1 ലിറ്റർ എമൽഷൻ വരുന്ന പെയിൻറ്റ് ടിന്നാണ്, കാലി പെയിൻറ്റ് ടിന്നാണ്. അപ്പോൾ അത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇതേപോലെ പോകുന്ന രീതിയിലുള്ള ഒരു പോട്ടാണ് നമ്മൾ തിരഞ്ഞെടുത്തത്. അപ്പോൾ അത് രണ്ടും നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതേപോലെയുള്ള ഇത് കാർഡ്ബോർഡിൻ്റെ റോളാണ്, പീസാണ്. അതായത് ഇതിന് പകരം നമുക്ക് PVC പൈപ്പ് എടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഒന്ന് കട്ട് ചെയ്തിട്ട് 2 പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇനി നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ആദ്യം നമുക്ക് വേണ്ടത് ഇത് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതെല്ലാം മാറ്റി വെച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. 1 ഇഞ്ച് വീതി വരുന്ന ഒരു 2 സൈഡ് ടേപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതേപോലെ നമ്മുടെ ടിന്നിൻ്റെ മുകൾ ഭാഗത്ത് നിന്നും താഴ്ഭാഗത്തേക്ക് നമ്മൾ ഇതേപോലെ ഒട്ടിക്കുന്നുണ്ട്. ഇത് ഒട്ടിച്ച ശേഷം നമ്മൾ ആ ഒട്ടിച്ച ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ റൗണ്ടിൽ ഈ ടിന്ന് റൗണ്ടിൽ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ഇഞ്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ഓരോ ഇഞ്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ടാപ്പിൻ്റെ 2 സൈഡും കട്ട് ചെയ്ത ശേഷം നമ്മൾ ടാപ്പ് പൊളിച്ചെടുത്തതിന് ശേഷം നമ്മൾ 1 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് ടാപ്പ് വീണ്ടും ഒട്ടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഭാഗവും നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ വിലങ്ങനെയുള്ള 2 ഭാഗവും നമുക്ക് കട്ട് ചെയ്ത് നമുക്ക് ഈ പീസ് എടുത്ത് മാറ്റാം. അപ്പോൾ അത് ഇതേപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇതാ 1 ഇഞ്ച് നമ്മൾ അവിടെ വെച്ചതിന് ശേഷം അടുത്ത 1 ഇഞ്ച് നമ്മൾ വീണ്ടും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതേപോലെ നമുക്ക് റൗണ്ടിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് നമ്മുടെ ടിന്ന് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ പോട്ട്, അതേപോലെ ടിന്ന്, അതേപോലെ നമ്മുടെ ഫാന്, ഈ കേസ്, ഇതൊക്കെ ഒന്ന് നമ്മൾ സ്പ്രേ പെയിൻറ്റ് വാങ്ങിയിട്ടുണ്ട്. ബ്ലാക്ക് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ബ്ലാക്ക് മാറ്റ് കളറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതൊന്ന് സ്പ്രേ പെയിൻറ്റ് അടിച്ചെടുക്കണം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ന്യൂസ് പേപ്പറാണ്. അത് നമ്മൾ ഒരു പേജ് ഇതേപോലെ എടുത്ത ശേഷം നമ്മൾ രണ്ടായി മടക്കി അതിന് ശേഷം വീണ്ടും അത് മടക്കിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതേപോലെ ഒരു പേജ് നമ്മൾ 4 പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെയാണ് നമ്മളത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിന് ശേഷം ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത പേപ്പർ നമുക്ക് റോളുകളാക്കി മാറ്റണം. റോൾ ചെയ്യുമ്പോൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫെവിക്കോൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു പപ്പടക്കോൽ ഉപയോഗിച്ചിട്ടാണ് ഇത് റോൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഒരു സൈഡിൽ നിന്ന് നമുക്ക് റോൾ ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇതേപോലെ റോൾ ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഭാഗത്ത് നമ്മൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് നമുക്ക് ഇത് നന്നായിട്ട് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ റോള് കട്ട് ചെയ്യാനൊക്കെ ഉള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു സൈഡ് മുഴുവനായിട്ട് നമ്മൾ ഇതേപോലെ ഗമ്മ് അപ്ലൈ ചെയ്യുന്നത്.
അപ്പോൾ നമ്മൾ കുറച്ച് പേപ്പർ റോളുകൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഈ പേപ്പർ റോളുകൾ വെച്ചുകൊണ്ട് നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഈ ഐറ്റംസുകളൊക്കെ നമുക്കൊന്ന് പൊതിഞ്ഞെടുക്കണം. അപ്പോൾ എല്ലാത്തിലും നമ്മളിത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കാർഡ്ബോർഡ് റോളിൽ നമ്മുടെ പേപ്പർ റോളുകൾ മുഴുവനായിട്ടും ഒട്ടിച്ചെടുത്തു. ഇനി നമുക്കിതിൻ്റെ കൂടുതലുള്ള ഭാഗം, പേപ്പർ റോളിൻ്റെ കൂടുതലുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ അത് രണ്ട് ഭാഗവും നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തു. ഇനി നമുക്ക് ബാക്കിയുള്ള, അതായത് നമ്മുടെ സ്പ്രേ പെയിൻറ്റിൻ്റെ ടിന്ന്, അതേപോലെ നമ്മുടെ ബാക്കിയുള്ള കാർഡ്ബോർഡ് റോള്, ഇതിനൊക്കെ നമുക്ക് ഇതേപോലെ പേപ്പർ ചുറ്റിയെടുക്കാം. അപ്പോൾ എല്ലാം നമ്മൾ പേപ്പർ റോളിൽ പൊതിഞ്ഞെടുത്തു. ഇനി നമുക്കിതിൻ്റെ സൈഡ് ഭാഗം, അതായത് നമ്മൾ പേപ്പർ റോള് പൊതിഞ്ഞെടുത്ത ഐറ്റംസിൻ്റെ സൈഡ് ഭാഗങ്ങളിൽ നമുക്ക് ഇതേപോലെ തന്നെ പേപ്പർ റോളൊന്ന് ഇതേപോലെ ഒഴിഞ്ഞ് റെഡിയാക്കിയ ശേഷം നമുക്ക് സൈഡ് ഭാഗങ്ങളിലൂടെ അത് റൗണ്ടിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പെയിൻ്റ് അടിക്കാനുള്ള ഐറ്റംസുകളൊക്കെ നമ്മൾ പെയിൻ്റ് അടിച്ചെടുത്തു. അതൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പേപ്പർ റോൾ ചെയ്യാനുള്ളതൊക്കെ നമ്മൾ റെഡിയാക്കി എടുത്തു. ഇനി നമുക്കിതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ട്രയലിലേക്ക് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഇതേപോലെ ഗമ്മ് അപ്ലൈ ചെയ്ത ശേഷം ആദ്യം നമ്മൾ വലിയ റോള് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അടിഭാഗത്ത് നമ്മൾ നന്നായിട്ട് ഗമ്മ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് ഇളകി പോരാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഗമ്മ് അപ്ലൈ ചെയ്ത് നമ്മൾ അത് ഫിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ ബൾബ് ബോർഡറൊക്കെ വെച്ചിട്ട് നമ്മുടെ പോട്ട് എടുത്തിട്ടുണ്ട്. ആ പോട്ടിന് നമ്മൾ ബൾബും ബൾബ് ബോർഡറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതിനുള്ളിലൂടെ കോർത്ത് പുറത്തേക്ക് എടുക്കാം. അടിഭാഗത്തൂടെ കോർത്തെടുക്കുക വയറ്. അതിനുശേഷം നമുക്ക് ഈ പോട്ടും നമ്മുടെ ഈ റോളിന് മുകളിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. റോളിന് മുകളിൽ പോട്ട് ഒട്ടിച്ച ശേഷം നമ്മൾ അതിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ നന്നായിട്ട് ഗമ്മ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്ത നമ്മുടെ പെയിൻറ്റ് ടിന് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ആ പെയിൻറ്റ് ടിന് നമുക്ക് കുറച്ചുകൂടി പണിയെടുക്കാനുണ്ട്. അത് നമുക്ക് പിന്നീട് ചെയ്യാം. അതേപോലെ നമ്മൾ പ്ലൈവുഡിൽ റെഡിയാക്കി എടുത്ത് അതിനും നമ്മൾ പേപ്പർ റോളുകൾ ചുറ്റി അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഈ മുൻഭാഗത്ത് ഒരു സൈഡിൽ നമ്മളത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതും നമ്മൾ സൈഡ് ഭാഗത്തൊക്കെ നന്നായിട്ട് ഗമ്മ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചെറിയ റോൾ എടുക്കുന്നുണ്ട്. കാർഡ്ബോർഡ് റോൾ നമ്മൾ പേപ്പറിൽ പൊതിഞ്ഞെടുത്ത കാർഡ്ബോർഡ് റോൾ നമ്മൾ ഈ സൈഡിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ നമുക്ക് ഇഷ്ടമുള്ളതുപോലെയൊക്കെ നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ബ്ലാക്ക് പെയിൻറ്റൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആ സ്പ്രേ പെയിൻറ്റിൻ്റെ ടിന്ന് നമ്മൾ പേപ്പർ ചുറ്റിയെടുത്ത് നമ്മൾ അവിടെ മുൻഭാഗത്തായിട്ട് ഫിറ്റ് ചെയ്തു. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്താൽ നമ്മുടെ പെയിൻറ്റ് ടിന് നമ്മളൊന്ന് അയച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇതേപോലെയുള്ള ഒരു ഷീറ്റ് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ PVC ഷീറ്റോ അല്ലെങ്കിൽ നമുക്ക് ലാമിനേഷൻ ഷീറ്റോ ഒക്കെ ഇതിനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇത് ലാമിനേഷൻ ഷീറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ഫെവിക്വിക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിനുള്ളിൽ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പെയിൻറ്റ് ടിന്നിൻ്റെ ഉള്ളിൽ നമ്മൾ ലാമിനേഷൻ പേപ്പറൊക്കെ ഒട്ടിച്ചെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊരു നമ്മുടെ പോട്ടിനുള്ളിൽ നമുക്കൊരു ബൾബ് കൊടുക്കാം. അപ്പോൾ LED ബൾബാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഇത് നമ്മൾ ഇതേപോലെ കുറച്ച് സ്റ്റിക്കർ വാങ്ങിയിട്ടുണ്ട്.
ഇത് 15 രൂപയാണ് ഇത് ഒരു ബോർഡിന് വില. അപ്പോൾ ഈ സ്റ്റിക്കർ നമ്മൾ ഈ പോട്ടിന് മുകളിൽ അതേപോലെ നമ്മുടെ ചെടി വെക്കാനുള്ള ആ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ മുകളിലൊക്കെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടി. ഇത് നമ്മുടെ ഫാന് നമ്മൾ ഈ ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ഒട്ടിച്ച് സെറ്റ് ചെയ്തെടുത്തു. അപ്പോൾ നമ്മുടെ ഈ ഐറ്റം ഒരു ഡെസ്ക് ഓർഗനൈസർ ആൻഡ് ടേബിൾ ലാമ്പായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഡെസ്ക് ഓർഗനൈസർ ആൻഡ് ടേബിൾ ലാമ്പ്. അപ്പോൾ ഇൻഡക്ഷൻ കുക്കറിൻ്റെ കേടായ ഇൻഡക്ഷൻ കുക്കറിൻ്റെ പിറകിലെ കേസ് വെച്ചിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്തെടുത്ത്. അപ്പോൾ അത് ഇതേപോലെ നമുക്ക് ടേബിൾ ലാമ്പ് നമ്മൾ ഇതിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് വേണമെങ്കിൽ കളർ ലാമ്പുകളൊക്കെ കൊടുക്കാം. പിന്നെ നമ്മളിത് ഇതേപോലെ ഇവിടെ ഒരു ഹോൾഡർ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിത് കത്രിക അതേപോലെ പെന്നുകളൊക്കെ പേനകളൊക്കെ വെക്കാം. അതേപോലെ തന്നെ ഇവിടെ നമ്മളൊരു ഹോൾഡർ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പെന്ന് പെൻസിൽ സ്കെയിലുകളൊക്കെ നമുക്ക് വെക്കാം. പിന്നെ ഇവിടെ നമുക്ക് മൊബൈൽ വെക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ മൊബൈൽ നമുക്ക് ഇതേപോലെ വെക്കാം. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ മൊബൈൽ വെക്കാം. പിന്നെ നമ്മളിവിടെ ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്ലവറോ അല്ലെങ്കിൽ പ്ലാന്റുകളൊക്കെ വെക്കാം. ഇത് നമ്മൾ വെള്ളത്തിൽ വെക്കുന്ന ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് വെക്കുന്നത്. ഇത് മാത്രം നമ്മൾ ഇതിൽ ഫിറ്റ് ചെയ്തിട്ടില്ല, ഇത് നമ്മൾ ഒട്ടിച്ചിട്ടില്ല. കാരണം നമുക്ക് വെള്ളമൊക്കെ മാറ്റി വെക്കേണ്ട ആവശ്യമുണ്ട്. നമ്മളിതിൽ ഇതേപോലെ വെക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഡെസ്ക് ഓർഗനൈസർ ടേബിൾ ലാമ്പ് അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്തെത്തിക്കുക. അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ.